വസ്ത്രലോകത്തെ മഹാത്ഭുതം. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകാം ബ്യൂട്ടി സെയിൽസിന്റെ വടക്കാഞ്ചേരി ഓട്ടുപാറയിലെ അതിവിശാലമായ വെഡിംഗ് ഷോറൂമിലേക്ക്. വിലക്കുറവും മറ്റെവിടെയുമില്ലാത്ത വിസ്മയിപ്പിക്കുന്ന സെലക്ഷനും ബ്യൂട്ടി സെയിൽസിന്റെ മാത്രം പ്രത്യേകത. ഇപ്പോൾ ഓണം ഓണാക്കാൻ പ്രത്യേക ഓഫറുകളും. ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 4 വരെ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഓരോ സ്മാർട്ട് ഫോൺ വീതം ഭാഗ്യശാലികൾക്ക്. ബ്യൂട്ടി സെയിൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. ചിങ്ങമാസത്തെ വരവേൽക്കാൻ വെണ്ണൂർ നീലിപ്പാടം പാറപ്പുറത്തെ ഷംസുദ്ദീന്റെയും ഷബീനയുടെയും സ്വപ്നങ്ങൾ പൂവണിഞ്ഞു. പാട്ടത്തിനെടുത്ത 2.5 ഏക്കർ സ്ഥലത്ത് നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പിന് തയ്യാറായി. അത്തമായപ്പോഴേക്കും വെണ്ണൂർ നീലിപ്പാടം പാറപ്പാറ വീട്ടിൽ ഷംസുദ്ദീന്റെയും ഭാര്യ ഷബീനയുടെയുമാണ് മലർവാടി പൂത്തുലഞ്ഞത്. അവരുടെ സ്വപ്നങ്ങളും അതോടൊപ്പം പൂവിട്ടിരിക്കുന്നു. മഞ്ഞയും ചുവപ്പും ചെണ്ടുമല്ലി പൂക്കളാണ് പൂന്തോട്ടം നിറയെ. കുമ്പളക്കോട് ഭജനമഠത്തിന് സമീപം പാട്ടത്തിനെടുത്ത 2.5 ഏക്കർ കൃഷിയിടത്തിൽ കൂവയും ബാക്കി ഭാഗത്ത് ചെണ്ടുമല്ലിയുമാണ് ഇവരുടെ കൃഷി. 1400 തൈകൾ നട്ടു. എല്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച വർണ്ണമനോഹരമാണ്. കിലോയ്ക്ക് 170 മുതൽ 180 രൂപയാണ് നിലവിലെ വിലയെങ്കിലും ഇടനിലക്കാർ ഇവരെ സമീപിക്കുമ്പോൾ നേർപകുതി വില പോലും പറയുന്നില്ല. അതിനാൽ അത്തരക്കാരെ അകറ്റി നിർത്താനാണ് ഷംസുദ്ദീന്റെ തീരുമാനം. പഴയന്നൂരിലെ കുടുംബശ്രീക്കാർ ഇവരുടെ പൂക്കൾ വിപണി വിലക്കെടുക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പൂക്കളുടെ സ്റ്റാൾ വെക്കാൻ അവസരമുണ്ടാക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. ഓണം അടുക്കുമ്പോൾ കിലോയ്ക്ക് 300 രൂപ വരെ വില ഉയരാനും സാധ്യതയുണ്ട്. കർഷകനായ ഷംസുദ്ദീൻ ആദ്യമായാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത്. കൂവയും ചേനയുമായിരുന്നു എല്ലാ കൊല്ലവും നടാറ്. 2 മാസം മുമ്പാണ് തൃത്താലയിലെ കുടുംബശ്രീ സംരംഭകരിൽ നിന്നും ചെണ്ടുമല്ലി തൈകൾ വാങ്ങിയത്. കൃഷിയിടത്തിനോട് ചേർന്ന് ചെറിയൊരു ഷെഡ് കെട്ടി താമസിച്ചാണ് ഇവർ പരിപാലിക്കുന്നത്. കൃഷിയിടത്തിൽ കാട്ടുപന്നിയുടെ ശല്യം അകറ്റുന്നതിനായി സൗരവേലി കെട്ടിത്തിരിച്ചിട്ടുമുണ്ട്. പൂന്തോട്ടം കാണാനും പ്രദേശവാസികൾ എത്തുന്നതായി ഷംസുദ്ദീൻ പറഞ്ഞു. സമീപത്തുള്ള 2.5 ഏക്കർ കൃഷിയിടം പാട്ടത്തിനെടുത്തെന്നും നെൽകൃഷി ആരംഭിക്കാനാണ് തീരുമാനമെന്നും ഷംസുദ്ദീൻ അറിയിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ കൂവ കൃഷിയാണ് നടത്തിയിരുന്നത്. പക്ഷേ ഇത് കാലഘട്ടം അങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പരീക്ഷ അടിസ്ഥാനത്തിൽ ചെണ്ടുമല്ലി കൃഷി നടത്താൻ നോക്കിയതാണ്. 1400 തൈ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ അത്തത്തിന് മുന്നേ ആയിട്ട് എല്ലാ ചെടികളും പൂത്തു. അത് ഇന്ന് കുറച്ച് ഓർഡർ ഉണ്ട്, അതിനനുസരിച്ച് വിളവെടുപ്പാണ്. പിന്നെ അടുത്ത പ്രാവശ്യം ഇത് ഏകദേശം ഒരു 10-25 സെൻറ്റ് സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഇതിൻ്റെ ഈ പൂവ് എങ്ങനെ ഇക്കുറി കൃഷിയിൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതനുസരിച്ച് അടുത്ത പ്രാവശ്യം ഇത് വിപുലീകരിക്കാനാണ്. കുറച്ച് 2-3 കണ്ടം കൂടിയും അടുത്ത പ്രാവശ്യം ചെയ്യണമെന്നുണ്ട്. അപ്പം അതിൻ്റെ പരീക്ഷണത്തിലാണ് ഇക്കുറി ഇത് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ ഇത് സക്സസ് ആയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ ചെയ്യണമെന്നുണ്ട്. CCV ന്യൂസ്, പഴയന്നൂർ.